ഹലോ. എൻ്റെ തയ്യൽ കഴിഞ്ഞിട്ടില്ലെന്നേ, ഞാൻ തയ്ച്ചുകൊണ്ടേയിരിക്കുക. തയ്ക്കണത് രാവിലെ എപ്പോൾ തുടങ്ങിയതാ, തീർന്നില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതാ തീരാത്ത. ഒറ്റയ്ക്കുള്ളപ്പോൾ തീരില്ല. രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കുന്നത്. എനിക്കൊരാൾ തയ്ക്കാനുണ്ടായിരുന്നേ. തയ്ക്കാനുള്ള സമയത്ത് ഓണത്തിനൊക്കെ എനിക്ക് നല്ല തയ്യലുള്ള സമയത്ത് ആ ചേച്ചിനെ വിളിക്കുമായിരുന്നേ. അപ്പോൾ ആ ചേച്ചി അന്ന് ഹെൽപ്പ് ചെയ്ത് തരും. മീൻസ് തയ്ച്ച് ഞാൻ വെട്ടിക്കൊടുക്കും, തയ്ക്കും. അങ്ങനെ ഇപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും പറയും എന്താണ്, ആരെങ്കിലും ഇട്ട് തയ്പ്പിക്കുന്നതിനേക്കാൾ നല്ല ഞാൻ തന്നെ തയ്ക്കുന്നതാണ്. പക്ഷെ നമുക്ക് എല്ലാവരുടെയൊന്നും നമുക്ക് തയ്ച്ച് തീരില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും തീരാതെ വരുമ്പോഴത്തേക്കും നമ്മളങ്ങനെ കൊടുക്കും. കാരണം ഓണത്തിനും ഇതൊക്കെ ഒരു ഫെസ്റ്റിവൽ സീസണിലെ ഒരു തയ്യലാണല്ലോ ഉള്ളത്. പിന്നെ നമ്മുടെ ജോലി ഇത് തന്നെയല്ലേ, തയ്യൽ തന്നെയല്ലേ നമ്മുടെ ജോലി അല്ലേ. ജോലി എടുക്കുക അല്ലേ. നമുക്ക് എന്നും ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സന്തോഷം. ചില സമയത്ത് തോന്നും കേട്ടോ, മടുത്തു, മതിയായി എന്നൊക്കെ തോന്നും. ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇന്ന് റെസ്റ്റ് എടുക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടോ, അങ്ങനെ വിചാരിക്കേണ്ട റെസ്റ്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മീൻസ് ശനിയാഴ്ച ഞങ്ങൾ ഇവിടെ പോയി, ആറാട്ട് കടവെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ടാണ്. നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. അപ്പം ഞാനപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ക്കാനിരിക്കുന്ന സമയത്താണ് അനിയൻ വിളിക്കണേ. അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഇന്ന് ഒരു സ്ഥലത്ത് വരെ പോകാം. അപ്പം ഞാൻ വിചാരിച്ചു പള്ളി പോകാനാണെന്ന് വിചാരിച്ചു. പള്ളി പോകാമെന്നും പറഞ്ഞാൽ വിളിച്ചത്. പക്ഷേ പള്ളി പോവുക, തിരി എത്തിച്ചിട്ട് നമുക്ക് വരാം. മുളന്തുരുത്തിയിൽ തിരുവാണിയൊരു കുരിശടിയുണ്ട്. അപ്പോൾ അവിടെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് വിളക്ക് കത്തിച്ച് എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഞാനും ഇളയവനുമായിരുന്നു, ഏബിലുമായിരുന്നു പോയത് മലയാറ്റൂർ മുത്തപ്പനെ കാണാൻ. അവിടെ ആറാട്ട് കടവ് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാനതിന് വേടിയിടാം കേട്ടോ, നിങ്ങൾ കാണണം കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ നമുക്കൊരാൾ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ എന്ത് സുഖമാണല്ലേ. നമ്മളിങ്ങനെ തയ്ക്കുമ്പോഴെല്ലാം കാണാനും തയ്ക്കുമ്പോഴെല്ലാം കേൾക്കാനും ഒക്കെ ഇങ്ങനെ കാണാൻ. സത്യം നമ്മൾ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനും എല്ലാം ഞാൻ തനിയാണ്. ഈ കിടന്ന് കാണിക്കണതും ഈ പറഞ്ഞ എന്താ പറയുക, ഡ്രസ്സിൻ്റെ ആണെങ്കിലും എല്ലാം എവിടെയെങ്കിലൊക്കെ ചാരി നിർത്തിയെടുക്കും. ഇതിപ്പോൾ ഞാൻ തയ്ക്കണ പൊസിഷൻ ഒന്ന് മാറ്റി. നേരത്തെ അങ്ങോട്ടായിരുന്നു, ഇപ്പം ഇങ്ങോട്ടാക്കി. അപ്പോൾ ഇവിടെ ജനല, അപ്പോൾ അവിടെ ചാരി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ തയ്യൽ കഴിഞ്ഞിട്ട് എന്തൊക്കെ തയ്ച്ചെന്നുള്ളത് ഒരു ഇതിലാട്ടോ. ബായ്.